Question number 4. Show that the function f from n to n given by f of 1 equals f of 2 equals 1 and f of x is equal to x minus 1 for every x greater than 2. x greater than 2 is owned to but not 1 എന്നാണ് നമുക്ക് തെളിയിക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 1 ഡെഫിനിഷൻ, ഓൺ ടു ഡെഫിനിഷൻ, അതെല്ലാം നമുക്കറിയാം. 3 പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ആൻസർ അല്ലേ, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗിവൺ എഫ് ഫ്രം എൻ ടു എൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. അത് ഡൊമൈൻ എൻ ആണ്, കോഡൊമൈനും എൻ ആണ്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 എക്സെട്ര എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എന്നിൽ എലമെന്റ് ഫസ്റ്റ് എലമെന്റ് 1 ആണ്. 1ന്റെ ഇമേജ് പറഞ്ഞിരിക്കുന്നത് 1 ആയിട്ട് തന്നെ. അതുപോലെ എന്നിലെ അടുത്ത എലമെന്റ് 2 ആണ്, അതിന്റെ ഇമേജും 1 ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ എന്നിലെ അടുത്ത എലമെന്റ് 3 ആണ്, 4 ആണ്, 5 ആണ്, 6 ആണ്. അതിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോർ എവരി എക്സ് ഗ്രേറ്റർ ദാൻ 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 3 എത്രയാണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കൊടുക്കണം. എഫ് ഓഫ് 3 എത്ര? 3 2 കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഫംഗ്ഷണൽ ഡെഫിനിഷൻ അല്ലേ. അപ്പോൾ എഫ് ഓഫ് 3 എത്ര? 3 മൈനസ് 1. എഫ് ഓഫ് 3 2 ആണ്. എഫ് ഓഫ് 4 എത്ര? 4 മൈനസ് 1 3. അങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഈ ഫംഗ്ഷനാണ് 1 1 അല്ല അല്ലേ, ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ എന്ന് എഴുതാം. ഗിവൺ എഫ് ഫ്രം എൻ ടു എൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് 1 ഈക്വൽസ് എഫ് ഓഫ് 2 ഈക്വൽസ് 1. അതുപോലെ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ദിസ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ അല്ലേ. അപ്പോൾ ഈ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് കാര്യം വ്യക്തമാണ്. 1 1 അല്ല. കാരണം എന്താണ്? 1നും 2വിനും സെയിം ഇമേജ് കിട്ടും അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം 1 1 അല്ല. നമുക്ക് പറയാം ഹിയർ എഫ് ഈസ് not 1 1. What is the reason? Since 1 and 2 have same image. 1നും 2നും എന്താണ്? സെയിം ഇമേജ് ആണ്. അതുകൊണ്ട് എന്തല്ല 1 1 അല്ല. അപ്പോൾ ഇനി നമുക്ക് ഓൺ ടു ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ല ഓൺ ടു ആണോ ഇതും ചെക്ക് ചെയ്ത്. ഓൺ ടു എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? കോഡൊമൈനായ ഇവിടെ ഡൊമൈൻ എന്നും കോഡൊമൈൻ എന്ന് പറഞ്ഞത് എന്നാണ്. അപ്പോൾ കോഡൊമൈനിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമൈനിലെ ഒരു എലമെന്റ് ഉണ്ടെന്നും ആ എലമെന്റ് ഇമേജ് നമ്മൾ കോഡൊമൈനിൽ പറഞ്ഞ ആ എലമെന്റ് ആണെന്ന് പ്രൂവ് ചെയ്തത്. നമ്മുടെ എഫ് എന്നിൽ നിന്ന് എന്നിലേക്കാം അല്ലേ, എന്നിൽ നിന്ന് എന്നിലേക്കാണ് എഫ്. ഇതിനുള്ള എലമെന്റ് ആണ് 1 2 3 4 5 6 എക്സെട്ര. 1 2 3 4 5 6 എക്സെട്ര അല്ലേ. നമുക്ക് ഈ ഡെഫിനിഷൻ അനുസരിച്ച് 1ന്റെ ഇമേജ് എത്രയാണ്? 1 തന്നെ. 2ന്റെ ഇമേജ് 1 ആണ്. 3യുടെ ഇമേജ് ഏതാ? 3യുടെ ഇമേജ് 3 മൈനസ് 1 2യിലോട്ടാണ് പോയിരിക്കും അല്ലേ. 4ന്റെ ഇമേജ് ആരാ? 3 ആണ്. 5ന്റെ ഇമേജ് ആരാ? 4 ആണ്. 5 മൈനസ് 1 ആണ്. 6ന്റെ ഇമേജ് എത്ര? 5 ആണ്. അങ്ങനെ ബാക്കിയുള്ള എലമെന്റിനെല്ലാം അങ്ങനെ ഇമേജ് കിട്ടിക്കൊള്ളി അല്ലേ. 7ന്റെ ഇമേജ് ആയിരിക്കും 6. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും റേഞ്ചിലെ കോഡൊമൈനിലെ എല്ലാ എലമെന്റുകളും വരും. ഇങ്ങനെ താഴോട്ട് ഇനി എലമെന്റ് വരുന്നതനുസരിച്ച് ഇതെല്ലാം ഫില്ലാവും അല്ലേ. അപ്പൊ ഇത് ശരിക്കും എന്ത് തന്നെയാണ്? ഓൺ ടു ഫംഗ്ഷൻ. അപ്പോൾ പിന്നെ നമ്മൾ സയന്റിഫിക് അല്ലെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്? ഈ സെറ്റിൽ നിന്ന് ഇവിടെ 2 സെറ്റും എന്ന് തന്നെയാണ്. അപ്പം ഈ കോഡൊമൈനായ എന്നിൽ നിന്ന് ഒരു y എടുത്താൽ ആ yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഡൊമൈനകത്തുണ്ടെന്നും ആ എക്സിന്റെ എഫ് ഇമേജ് എടുക്കുമ്പോൾ y കിട്ടുമെന്നും പ്രൂവ് ചെയ്ത് വെക്കണം. അതാണ് നമുക്ക് പറഞ്ഞു വെക്കണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഫംഗ്ഷന്റെ ഈ ഡെഫിനിഷൻ എവിടെ മുതലെയാണ് ബാധകമായിരിക്കുന്നത്? എക്സ് 2ൽ കൂടുതലാവുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന്റെ ആർഗ്യുമെന്റ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ കോഡൊമൈനായി എന്നിൽ നിന്നൊരു y എടുക്കുകയാണ്. ലെറ്റ് y belongs to n and
y നോട്ട് ഈക്വൽ ടു 1 ഒന്നല്ലാത്ത എന്താണ് ഒരു എലമെന്റ് ആയിട്ട്. അതിനെപ്പറ്റി നമ്മൾ എഴുതുമ്പോൾ ഇത് മനസ്സിലാവും. അപ്പോൾ ഫോർ y element of n and y not equal to 1, comma, then there exist, ശ്രദ്ധിച്ചേ നമ്മുടെ ഡെഫിനിഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ സൈഡിലൊന്ന് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നായാൽ എക്സ് മൈനസ് 1 എന്നുള്ളത് വൈ ആണ്. അപ്പോൾ എക്സ് എന്താ? വൈ പ്ലസ് 1. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ഇമേജ് എക്സ് മൈനസ് 1ഉം പ്രീ ഇമേജ് എക്സും ആണ്. അപ്പോൾ ഇമേജും പ്രീ ഇമേജും തമ്മിലുള്ള ബന്ധം ഇമേജിനേക്കാൾ 1 കൂടുതലാണ് പ്രീ ഇമേജ്. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇമേജ് വൈ ആയിട്ട് എടുത്താൽ പ്രീ ഇമേജ് എന്താണ്? വൈ പ്ലസ് 1. അപ്പോൾ നമുക്ക് ഫോർ y belongs to n and y not equal to 1 there exist x equals എന്താണ്? y plus 1 belongs to n അല്ലേ? ഒന്നല്ലാത്ത വൈക്കല്ല y plus 1 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എവിടെ ഉണ്ട്? എന്നിലുണ്ട് അല്ലേ? such that f of x equals f of y plus 1 equals എന്താ? f of y plus 1 y plus 1 minus 1 equal to എത്ര? y. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടി. എന്ത് കിട്ടി? ഈ സെറ്റിൽ നിന്ന് ഒരു y എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു y plus 1 ഉണ്ടെന്നും ആ y plus 1ന്റെ ഇമേജ് അതിനെ x ആയിട്ട് വിചാരിക്കുന്നു. ആ y plus 1ന്റെ ഇമേജ് എന്ത് കിട്ടി? y എന്ന് കിട്ടി. എഫ് ഈസ് ഓൺ ടു എന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം ഒന്നൊഴിച്ചുള്ള എലിമെന്റുകൾക്ക് പ്രീ ഇമേജ് ഉണ്ടെന്നേ പറഞ്ഞല്ലോ. പിന്നെ ഒന്നിന്റെ ഇമേജ് പറയാം അല്ലേ? ഒന്നിന്റെ പ്രീ ഇമേജ് പറയാം. ഒന്നൊഴിച്ചുള്ള എലിമെന്റുകൾക്കെല്ലാം പ്രീ ഇമേജ് ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കും അല്ലേ? ഒന്നൊഴിച്ചുള്ള എല്ലാ എലിമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ട്. അതായത് y രണ്ടായിട്ട് എടുത്താൽ ഇതിന്റെ അർത്ഥം ഇതാണ്. ഈ എഴുതി വെച്ചിരിക്കുന്ന അർത്ഥം ഇതാണ്. ഒന്നല്ലാത്ത എന്നിലെ എലിമെന്റുകൾക്കെല്ലാം പ്രീ ഇമേജ് ഉണ്ടെന്ന് എഴുതി കിട്ടും അല്ലെ? ഒന്നിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞാലേ ഓണ്ടു എന്ന് പറയാൻ പറ്റും. ഒന്നല്ലാത്ത എല്ലാ എലിമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ട് അല്ലേ? അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y നിങ്ങൾ രണ്ടായിട്ട് എടുത്താൽ x എന്തായിരിക്കും? 3 ആയിരിക്കും. കണ്ടോ? രണ്ടിന്റെ ഇമേജും പ്രീ ഇമേജും 3. ഇനി ഇവിടെ y ഒന്നല്ലാത്ത വൈകളാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ y നിങ്ങൾ എടുത്തത് 3 ആണെങ്കിൽ x എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇപ്പുറത്തല്ല എലിമെന്റ് ഉണ്ടെന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഓൾസോ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം. 1ന്റെ ഇമേജ് പറയാം. ഓൾസോ എഫ് ഓഫ് 1 ഈക്വൽ എത്ര? 1. അപ്പോൾ 1നും പ്രീ ഇമേജ് ഉണ്ടെന്നാണ് അല്ലേ? അപ്പോൾ 1നും പ്രീ ഇമേജ് ഉണ്ട്. ഈ 1ന്റെ പ്രീ ഇമേജ് 1. ഹെൻസ് എഫ് ഈസ് എന്താണ്? ഓട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. എഫ് ഈസ് നോട്ട് 1 1 ബട്ട് എഫ് ഈസ് എന്താണ്? ഓട്ട്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ഫ്രം n to n given by defined by f of n is equal to n plus 1 by 2 if n is odd equals n by 2 if n is even for all n belongs to n. State whether the function f is bijective. Justify your answer. അപ്പോൾ ഈ ഫംഗ്ഷന് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന എന്നിൽ നിന്ന് എന്നിലേക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന ക്വസ്റ്റ്യൻ. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ എഴുതാം. എന്താ ബൈജക്റ്റീവ് ഫംഗ്ഷന്? 1 1 ആണോ 1 2 ആണോ? എന്തായാലും നമുക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം അല്ലെ? എന്താണ് ഗിവൺ? നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഫ്രം n to n ഡിഫൈൻ ലൈക്ക് ദിസ്. എഫ് ഓഫ് n ഈക്വൽസ് n plus 1 by 2 ഈക്വൽസ് n by 2. എപ്പോഴാണ് n plus 1 by 2 ആയത്? if n is odd. if n is even. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ ഈവൻ നമ്പറിന് ഫംഗ്ഷന്റെ വാല്യൂ ഒരെണ്ണം, അല്ലെങ്കിൽ n plus 1 by 2 n by 2. ഈവൻ നമ്പറിന്, ഓഡ് നമ്പറിന് എന്താണ്? n plus 1 by 2 എന്നാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്കിത് 1 1 ആണോ 1 2 ആണോ പറയാം. അതായത് ബൈജക്റ്റീവ് ആണോ ചെക്ക് ചെയ്യും.
അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി 1 1 ആണോ ഇത്? 1ന്റെ ഇമേജ് ഏതാണ്? 1 എന്ത് നമ്പറാണ്? ഓഡ് നമ്പർ. അപ്പൊ 1ന്റെ ഇമേജ് ഇതിൽ കൂടെ അല്ലേ? എങ്ങനെയാണ് 1ന്റെ ഇമേജ് കിട്ടുന്നത്? 1 ഓഡ് നമ്പർ ആയതുകൊണ്ട് ആദ്യത്തെ ബ്രാഞ്ചിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ എത്ര? 1ന്റെ ഇമേജ് 1 + 1/2. 1 + 1/2 എന്ന് പറയുന്നത് 2/2. 1ന്റെ ഇമേജ് 1 ആണ്. ഇനി രണ്ടാമത്തെ നമ്പർ ആണല്ലോ ഈവൻ നമ്പർ 2. 2ന്റെ ഇമേജ് ഏതാ? 2 ഈവൻ ആയിട്ട് ഇതിനകത്തല്ലേ? 2ന്റെ ഇമേജ് ഏതാ? 2/1. അപ്പൊ 1ന്റെ 2ന്റെ ഇമേജ് എന്ത് തന്നെ? 1 തന്നെ. 1 1 അല്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ 3യുടെ ഇമേജ് ഏതാ? 3 + 1/2. 4/2. 2 ആണ്. 4ന്റെ ഇമേജ് 4 ഈവൻ ആയതുകൊണ്ട് 4/2. 4. അപ്പൊ 3യുടെ 4ന്റെ ഇമേജ് എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല. അപ്പൊ നമുക്ക് എഴുതാം ഹിയർ f of 1 equals 1 + 1/2 equals 1. Also f of 2 equals എന്താണ്? 2/2 equals 1 അല്ലേ? that is എന്താണ്? 1 and 2 have same image 1. Therefore f is not 1. f 1 ആണ്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കണമെങ്കിൽ അത് 1 1 ആയിരിക്കണം, 1 2 ആയിരിക്കണം. അപ്പോൾ f 1 1 അല്ലാത്തതുകൊണ്ട് f എന്തല്ല? ബൈജക്റ്റീവ് അല്ല. 1 2 ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 1 2 ചെക്ക് ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ല. ഹെൻസ് കൺക്ലൂഷൻ ഇതാണ്. ഹെൻസ് f is not a bijection. f എന്തല്ല? ബൈജക്ഷൻ അല്ല. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് f from R to R given by f of x equal to x² is neither 1 1 nor 1 2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കറിയാം ആറിൽ നിന്ന് ആറിലോട്ട് എഫ് ഓഫ് എക്സ്, എക്സിന്റെ ഇമേജ് x² ആയിട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ ആറിലെ പോസിറ്റീവ് സംഖ്യകളുണ്ട്, നെഗറ്റീവ് സംഖ്യകളുണ്ട്, 0 ഉണ്ട്. 0യുടെ ഇമേജ് 0 തന്നെ. പോസിറ്റീവ് സംഖ്യകളുടെയൊക്കെ ഇമേജ് സ്ക്വയറുകൾ. പോസിറ്റീവ് സംഖ്യയുടെ അല്ല, നെഗറ്റീവ് സംഖ്യ കൊടുത്താൽ ഇമേജ് സ്ക്വയർ. അപ്പോൾ ഇമേജിലെ പോസിറ്റീവ് സംഖ്യകൾ മാത്രമേ വരുത്തുള്ളൂ അല്ലേ? x² എല്ലായ്പ്പോഴും എന്താണ്? പോസിറ്റീവ്. 0 ആകുമ്പോൾ 0, അല്ലാത്തപ്പോഴെല്ലാം x നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും x² എന്താണ്? പോസിറ്റീവ് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇമേജിൽ, അതായത് റേഞ്ച് സെറ്റിലെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഞ്ച് ഒരിക്കലും പോസിറ്റീവ് റിയൽസും 0യും മാത്രമേ എവിടെ ഉള്ളൂ? റേഞ്ചിലുള്ളൂ. അപ്പോൾ റേഞ്ച് ഒരിക്കലും കോഡൊമൈൻ ആയ ആറുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? കോയിൻസൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ കൊണ്ടുവല്ല. ഇനി 1 1 ആണോ? അത് നമുക്ക് അല്ലെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം 1ന്റെ ഇമേജ് നോക്കിയാൽ 1ന്റെ സ്ക്വയർ അത് 1 തന്നെ. -1ന്റെ ഇമേജ് എത്ര? -1ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 1നും -1നും സെയിം ഇമേജാണ്. 2നും -2നും സെയിം ഇമേജാണ് അല്ലേ? അല്ലെങ്കിൽ 3നും -3നും സെയിം ഇമേജാണ്. അല്ലെ -12നും +12നും സെയിം ഇമേജാണ്. 1/2ന്റെ ഇമേജ് അല്ല, 1/2ന്റെ ഇമേജ് 1/2ന്റെ സ്ക്വയർ ആണ്. അത് 1/4 ആണ്. അപ്പോൾ ആ റീസൺ ഒക്കെ വെച്ചുകൊണ്ട്, അതുപോലെ -1/2ന്റെ ഇമേജും -1/2ന്റെ സ്ക്വയർ 1/4 ആണ് അല്ലേ? അപ്പോൾ ആ ഒക്കെ റീസൺ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും 1 1 അല്ല. ഇത് 1 1 അല്ല, 1 2 അല്ല. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്തു. നമ്മളെപ്പോഴും ആൻസർ എഴുതുമ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എവിടെ നിന്നാണ് എഴുതുന്നു? ഗിവൺ f ഫ്രം R to R എങ്ങനെയാണ് തന്നിരിക്കുന്നത്? f of x equals x². നമുക്കറിയാം ഹിയർ f of 1 equals 1². That's equal to 1. f of -1 also equal to -1². കാരണം ആറിലെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഉള്ളു. That's equal to 1. That means that is 1 and -1 have same image. Have same image. Therefore, എന്താണ്? f is not 1 f 1 1 അല്ല. ഓണ്ട് ചെക്ക് ചെയ്യണം, ഓണ്ട് ചെക്ക് ചെയ്യണം. നെയ്തർ 1 1 nor 1 2. 1 1 അല്ല, 1 2 അല്ലെന്ന് പറയാം. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തപ്പോൾ ബൈജക്റ്റീവ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ 1 1 അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും ആവത്തില്ല, ബൈജക്റ്റീവ് ആയില്ല. അപ്പോൾ അവിടെ ആ കേസിൽ നമുക്ക് ഓണ്ട് ചെക്ക് ചെയ്യണ്ട. ഇവിടെ നമുക്ക് ഓണ്ടും പറഞ്ഞു. അപ്പോൾ നമുക്കിതിന് ഓണ്ടും അല്ലെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഓണ്ടും അല്ലെന്ന് ഉറപ്പാണ്.
കാരണം ആറിലെ എലമെൻറ്റുകളുടെ ഇമേജ് വന്നിരിക്കുന്നത് സ്ക്വയറുകളായിട്ടാണ്. സ്ക്വയറുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, സീറോയുടെ സ്ക്വയർ സീറോയും. അപ്പോൾ നമുക്കറിയാം റേഞ്ച് സെറ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് സംഖ്യകളും സീറോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പറെ റേഞ്ച് സെറ്റ് വന്നിട്ടുണ്ട്. അത് കോഡോമൈനായ ആറിന് ഈക്വലല്ല, അതുകൊണ്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാം, ഇതിനകത്തുനിന്ന് ഒരു നെഗറ്റീവ് നമ്പർ എടുത്താൽ ആ നെഗറ്റീവ് നമ്പറിന് പ്രീ ഇമേജ് വിടില്ല, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, ഏതെങ്കിലും ഒരു നെഗറ്റീവ് നമ്പർ എടുക്കുക, അല്ലെങ്കിൽ ഓൾസോ ദ എലമെന്റ് -1 or -2 or -half എന്ത് വേണമെങ്കിലും എഴുതാം. ഓൾസോ ദ എലമെന്റ് -2 in the codomain R has no pre-image. In the domain R. Therefore, F is not want. F എന്നല്ല want അല്ല. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം, here range set is non-negative real numbers. That's not equal to capital N. Therefore, the function is not want. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കണം ഈ ക്വസ്റ്റ്യൻ. Show that f from n to n given by f of x is equal to x plus 1 if x is odd. ഓഡ് നമ്പർ ആണെങ്കിൽ ഇമേജ് x plus 1. ഈവൻ നമ്പർ ആണ് ഇമേജ് എന്താണ്, 1 കുറവ് x minus 1. ഈ ഫംഗ്ഷൻ എന്താണ്, 1 ആണ്, 1 ആണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, f of x1 equal to f of x2 എന്ന് എടുത്താൽ x1 equal to x2 എന്ന് പറയും. 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും രണ്ട് എലമെന്റുകളുടെ ഇമേജ് സെയിം എന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ തൊട്ടുമുമ്പത്തെ പ്രവർത്തി ചെയ്തത്. ഓർക്കുന്നില്ലേ, എന്നിലോട്ട് f of n equal to n plus 1 by 2 if n is odd, n by 2 if n is even. അത് 1 അല്ലായിരുന്നു. അപ്പം അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും രണ്ട് എലമെന്റുകൾക്ക് തെറ്റിയെന്ന് അല്ലെങ്കിൽ തെറ്റിയെന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഇതിപ്പോൾ 1 ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജനറലായിട്ട് ഇത് പ്രൂവ് ചെയ്തെടുക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം, ചെയ്യാൻ ശ്രമിക്കാം, അല്ലേ? അപ്പോൾ 1 ആണോ നമ്മൾ നോക്കുന്നു, അതിനെ നമ്മളിങ്ങനെ എടുക്കുന്നു. ലെറ്റ് f of x1 equal to f of x2. അങ്ങനെ എടുക്കുമ്പോഴേ നമുക്ക് f of x1 എന്താണെന്ന് എഴുതാം, f of x2 എന്താണ്. f of x1 എന്താണ്, x1 ഓഡ് ആണെങ്കിൽ അത് x1 plus 1 ആണ്, x1 ഈവൻ ആണെങ്കിൽ x1 minus 1 ആണ്. അതുപോലെ x2ൻ്റെ കേസ്, അത് ഓഡ് ആണെങ്കിൽ x2 plus 1 ആണ്, ഈവൻ ആണെങ്കിൽ f of x2 x2 minus 1 ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് സപ്പോസ് ചെയ്ത് നോക്കാം. ഇഫ് x1 is odd and ആ 4 കേസ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരും. if x1 is odd and x2 is even, ഒരെണ്ണം ഈവനും ഒരെണ്ണം ഓടുവാണെന്ന് ഇരിക്കട്ടെ. അപ്പം അങ്ങനെയെങ്കിൽ then f of x1 എന്തായിരിക്കും, x1 ഓഡ് ആയെങ്കിൽ f of x1 എന്താണ്, x1 plus 1 ആണ്, ഈക്വൽസ് x2 ഈവൻ എന്നാണ് പറയുന്നത്. x2 ഈവൻ ആണെങ്കിൽ f of x2 എന്താണ്, x2 minus 1, അല്ലേ? അപ്പോൾ നമുക്ക് ഇത് അറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ലഭിക്കും. ഇതാണ് x1 minus x2 ഈക്വൽസ് -1 -1 എന്ന് പറഞ്ഞാൽ x1 minus x2 ഈക്വൽസ് -2 എന്ന് പറഞ്ഞാൽ x2 minus x1 is equal to 2. which is impossible, ഇത് ഇമ്പോസിബിൾ ആണ്. എന്താ കാരണം, ഓഡ് നമ്പറും ഈവൻ നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഡ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും എന്താകത്തില്ല, ഒരു ഈവൻ നമ്പർ ആകത്തില്ല, അല്ലെങ്കിൽ രണ്ടാവത്തില്ല. അതാണ് അത് ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് x2 ഈവൻ എന്നും x1 ഈവൻ എന്നും x2 ഓടെന്ന് എടുത്താലും അതും ഇതുപോലെ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയും നമുക്ക് വരുന്ന മറ്റ് രണ്ട് കേസുകൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ബോത്ത് x1 ആൻഡ് x2 ആർ ഈവൻ ഓർ ബോത്ത് x1 ആൻഡ് x2 ആർ ഓഡ്. ആ ഒരു കേസ് അറൈസ് ചെയ്തു. അപ്പോൾ സോ ഇങ്ങനെ എഴുതാം, സിമിലർലി എന്താണ് x1 being even and
x2 being odd is impossible. അത് എന്താണ്? ഇമ്പോസിബിൾ. അപ്പോൾ ഇനി നമുക്ക് ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ both x1 and x2 are odd and both x1 and x2 are even. സോ ഇനി നമ്മൾ അതാണ് എഴുതുന്നത് ബാക്കിയായിട്ട്. If both x1 and x2 are odd, രണ്ട് ഓടാണ് അങ്ങനെയാണെങ്കിൽ then f of x1 equal to f of x2 means എന്താ കിട്ടുന്നത്? രണ്ട് ഓടാണെങ്കിൽ x1 plus 1 equals x2 plus 1. That implies x1 equal to x2. അല്ലേ? അപ്പം f of x1 f of x2 എന്ന് എടുത്തപ്പോൾ x1 equal to x2. അതുപോലെ if both x1 and x2 are even, രണ്ട് ഈവൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈവൻ ആണെങ്കിൽ f of x1 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? x1 minus 1 എന്നും f of x2 എന്നുള്ളത് x2 minus 1 എന്നും കിട്ടും. That means minus 1 cancel ആവും, x1 equal to x2. അല്ലേ? In both cases f of x1 equal to f of x2 implies x1 equal to x2. Therefore f is 1. f എന്താണ്? 1 ആണ്. അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഓണ്ടുവാണ് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഓണ്ടുവാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അല്ലേ? ഓണ്ട് എങ്ങനെ ഓണ്ട് പ്രൂവ് ചെയ്യാം? കോഡൊമൈനിൽ നിന്ന് ഒരു y എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഡൊമൈനിലുണ്ടെന്നും ആ എക്സിൻ്റെ ഇമേജ് കോഡൊമൈനിൽ എടുത്താൽ y കിട്ടുമെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓൾസോ ലെറ്റ് y ഈക്വൽസ്, അപ്പോൾ നമുക്ക് ഈ കോഡൊമൈനിൽ എടുക്കുന്ന എലമെൻറ്റുകൾ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ച് എടുക്കേണ്ടി വരും. ഓടും ഈവനുമായിട്ട് എടുക്കും. അല്ലേ? നമുക്ക് ആദ്യം ഓൾസോ ലെറ്റ് എനി നാച്ചുറൽ നമ്പർ സെറ്റിലെ ഓഡ് നമ്പർ ഉണ്ട്, ഈവൻ നമ്പർ ഉണ്ട്. അപ്പോൾ ഓഡ് നമ്പറിനെല്ലാം പ്രീമേജ് ഉണ്ട്, അല്ലെങ്കിൽ ഓഡ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എക്സ് ഉണ്ട്, എഫ് ഓഫ് എക്സ് ആ ഓഡ് നമ്പർ കിട്ടത്തക്ക. അതുപോലെ എന്നിലുള്ള ഈവൻ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമൈനിൽ ഒരു എക്സ് ഉണ്ട്, ആ എക്സിൻ്റെ എഫ് ഇമേജ് എന്ത് കിട്ടുന്നു? ആ ഈവൻ നമ്പർ കിട്ടും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓൾസോ എനി ഓഡ് നമ്പർ y ഈക്വൽസ്, നമുക്കറിയാം ഓഡ് നമ്പറിൻ്റെ പൊതുരൂപം എന്ന് പറഞ്ഞാൽ 2r plus 1 അല്ലെങ്കിൽ 2r minus 1 എന്ന് എഴുതിയാൽ ബിലോങ്സ് ടു അല്ലെങ്കിൽ y ഇൻ ദി കോഡൊമൈൻ n. ഈ കോഡൊമൈൻ n എന്ന് പറയുന്നത് ഇത് രണ്ട് സെറ്റ് n ആയതുകൊണ്ട് വേറെ തിരിച്ചെഴുതാൻ വേണ്ടിയാണ് നമ്മൾ, അല്ലെങ്കിൽ വേറെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. For any odd number y equal to 2r plus 1 in the codomain n, there exists x equals, അപ്പോൾ കോഡൊമൈനിലെ ഏതൊരു 2r plus 1 ഏതൊരു ഓഡ് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്തൊരു എലമെന്റ് എന്ന് പറയാം. അല്ലേ? അപ്പോൾ നോക്കി, ഇവിടെ x plus 1 ഉണ്ട്, x minus 1 ഉണ്ട്. ഇതിൽ ഏതാണ് എക്സ് ഓടാണ്, ഇതെന്താണ്? ഈവനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രീമേജിൻ്റെ കാര്യമല്ല ഇപ്പം പറയും. എക്സ് ഈവൻ ആയപ്പോൾ എക്സ് മൈനസ് 1 എന്താണ്? ഓടാണ്. അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഓഡിൻ്റെ പ്രീമേജിനെ പറ്റിയാണ് പറയേണ്ടത്. അപ്പോൾ ഓഡിൻ്റെ പ്രീമേജിനെ പറ്റി പറയണമെങ്കിൽ അവിടെ ഓഡ് നമ്പർ നമുക്ക് ഇമേജായിട്ട് കിട്ടുമ്പോഴുള്ള പ്രീമേജും എന്താണ്? എക്സ് ആണ്. അപ്പോൾ ഇമേജ് എക്സ് മൈനസ് 1 ആയപ്പോൾ പ്രീഇമേജ് എക്സ് ആണ്. അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുക. ഇത് എക്സ് മൈനസ് 1 ആയപ്പോൾ ഇത് എക്സ് ആണ്. അല്ലേ? അപ്പം ഇമേജ് എന്ന് പറഞ്ഞാൽ പ്രീഇമേജിനേക്കാൾ ഒന്ന് കുറവാണ്. അല്ലേ? അല്ലെങ്കിൽ പ്രീഇമേജ് എന്ന് പറഞ്ഞാൽ ഇമേജിനേക്കാൾ ഒന്ന് കൂടുതൽ. അപ്പം ഇത് നമ്മൾ എടുത്തിരിക്കുന്ന എവിടെയാണ്? ഇമേജില്ല.
ഓഡ് നമ്പർ അല്ലേ? അപ്പൊ ഇമേജിലെടുത്ത് അപ്പൊ ഇതാ കേസ് അല്ലേ? ഓഡ് നമ്പർ y ഈസ് ഈക്വൽ ടു 2r പ്ലസ് 1. എക്സ് ഈവൻ ആയപ്പോഴേ ഇത് ഓടായത് അല്ലെ? അപ്പൊ ഇതിന്റെ പ്രീ ഇമേജ് ഇതിനേക്കാൾ ഒന്ന് കൂടുതലല്ല. എക്സ് ഈസ് ഈക്വൽ ടു അപ്പൊ എന്തായിരിക്കും? 2r പ്ലസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2r പ്ലസ് 2 ബിലോങ്സ് ടു അല്ലെങ്കിൽ ബിലോങ്സ് ടു n. ഈ n എന്ന് പറയുന്നത് ഡൊമൈൻ സച്ച് ദാറ്റ് f ഓഫ് x ഈക്വൽസ് f ഓഫ് x എന്താണ്? 2r പ്ലസ് 2r ദാറ്റ്സ് ഈക്വൽ ടു f ഓഫ് 2r പ്ലസ് 2 എങ്ങനെയാണ് ചെയ്യുന്നത്? 2r പ്ലസ് 2 എന്താണെന്ന് നോക്കാം. 2r പ്ലസ് 2 എന്താണ്? ഈവനാണ്. 2r പ്ലസ് 2 ഈവൻ ആണെങ്കിൽ എക്സ് ഈവൻ ആണെങ്കിൽ എക്സിന്റെ ഇമേജ് എന്താണ്? എക്സ് മൈനസ് 1. അപ്പോൾ 2r പ്ലസ് 2 എന്ന് പറയുന്ന എലമെന്റ് ഈവൻ ആണ്. അപ്പോൾ അതിന്റെ ഇമേജ് എന്താണ്? 2r പ്ലസ് 2 മൈനസ് 1 എന്ന് പറയാൻ എന്താണ്? 2r പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു എത്ര? y. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പം നമ്മൾ ഡൊമൈനിൽ ഒരു y എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ചെയ്യാത്ത ഒരു x ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. എന്ന് മാത്രമല്ല ആ എക്സിന്റെ ഇമേജ് എന്ത് കിട്ടി? y കിട്ടി. അപ്പോൾ ഡൊമൈനിലുള്ള ഓഡ് നമ്പറിന് മാത്രമാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അതുപോലെ ഈവൻ നമ്പറും ഉണ്ടെന്ന് എഴുതി വെക്കണം. അതാണ് നമ്മൾ വീണ്ടും എഴുതുന്നത്. ഓൾസോ ഫോർ എനി ഈവൻ നമ്പർ y, ഈവൻ നമ്പറിന്റെ പൊതുരൂപം നിങ്ങൾക്ക് അറിയാം 2r ആണ്. ഇൻ ദി കോഡൊമൈൻ n there exists x is equal to അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു വെക്കണം. എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പർ വന്നത് ഇവിടെയാണ്. കാരണം എക്സ് ഓടായപ്പോൾ ഇതാണ് ഈവൻ നമ്പർ. അപ്പം ഈ ഇമേജും പ്രീ ഇമേജും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇമേജിനേക്കാൾ ഒന്ന് കുറവാണ് പ്രീ ഇമേജ്. അപ്പം ഇവിടെ y ആയാൽ ഇവിടെ വരുന്നത് y മൈനസ് 1. അപ്പം നമ്മൾ വന്നിരിക്കുന്ന y എങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 2r. അപ്പം എക്സ് എന്തായിരിക്കും? 2r ഒന്ന് കുറവ് മൈനസ് 1 ബിലോങ്സ് ടു n. ഈ n എന്ന് പറഞ്ഞാൽ ഡൊമൈൻ n ആണ് അല്ലേ? n സച്ച് ദാറ്റ് f of x equals f of 2r minus 1 equals ഇനി f of 2r minus 1 ഡെഫിനിഷൻ അനുസരിച്ച് എഴുതിയാൽ മതി. അതിന് 2r minus 1 എന്താണ്? ഈവൻ ആണോ ഓടാണോ നോക്കാം. 2r ഈവൻ ആണ്. അപ്പോൾ 2r minus 1 ഓടാണ്. ഇമേജ് എന്താണ്? x plus 1 ആണ്. അപ്പോൾ 2r minus 1 ഇമേജ് എന്താണ്? 2r minus 1 plus 1 എത്രയാണ്? അത് 2r. 2r ശരിക്കും എന്താണ്? നമ്മളെടുത്ത y ആണ്. ഈ കേട്ടത്. അപ്പം കോഡൊമൈനിലുള്ള ഓഡ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പ്രീ ഇമേജ് ഉണ്ട്, ഒരു എക്സ് ഉണ്ട് ഡൊമൈൻ. അതുപോലെ കോഡൊമൈനിലുള്ള ഈവൻ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമൈനിൽ എന്തുണ്ട്? ഒരു എക്സ് ഉണ്ട്. ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്കത്. അതുകൊണ്ട് therefore നമുക്ക് പറയാം എന്താണ്? therefore എന്താണ്? f ഈസ് എന്താണ്? ഓഡ്. അങ്ങനെയാണ് f എന്താണെന്ന് പറയാൻ പറ്റുന്നത്. ഓഡ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? ഹിയർ this f is both 1 1 and 1 എന്ന കൺക്ലൂഷൻ ആണ്. അഥവാ f is a bijection. അടുത്ത രണ്ട് ഹോംവർക്ക് ആണ്. ഷോ ദാറ്റ് an undo function from f from set 1 2 3 മൂന്ന് എലമെന്റ് ഉള്ള ഫൈനൈറ്റ് സെറ്റ് ആണ്. ആ സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് ദാറ്റ് ഈസ് ഓൾവേസ് 1 എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലോട്ട് പറയുന്ന ഓൺഡു ഫംഗ്ഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 1 1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ബൈജെക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഓൺഡു ആണെന്ന്. We have to produce this f is also a 1 1 function. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിരിച്ച് 1 2 3 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കുള്ള 1 1 ഫംഗ്ഷൻ അത് മസ്റ്റ് ബി എന്തായിരിക്കും? ഓൺഡു ആയിരിക്കും. അപ്പോൾ 1 1 ആണെങ്കിൽ ഓൺഡു ആയിരിക്കും, ഓൺഡു ആണെങ്കിൽ 1 1 ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. 6 നിന്ന് 6 1 1 ഓൺഡു ആയിട്ടുള്ളത് പ്രൂവ് ചെയ്തു. 1 1 ആയപ്പോൾ ഓൺഡു ആകാതിരുന്നത് പ്രൂവ് ചെയ്തു അല്ലേ? എന്നിൽ നിന്ന് എന്നിലേക്കൊക്കെ അങ്ങനെ പ്രൂവ് ചെയ്തു. പക്ഷേ ഈ ഫൈനൈറ്റ് സെറ്റിൽ നിന്ന് ഈ ഫൈനൈറ്റ് സെറ്റിലേക്ക് ഓൺഡു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഒരു ഓൺഡു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? 1 1 ആയിരിക്കും. അതുപോലെ ഒരു 1 1 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? തീർച്ചയായിട്ടും എന്തായിരിക്കും?
ഓൺ ടു എൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം.